ഞാൻ ചോദിച്ചു കേട്ടില്ലെന്ന് വല്ലതും ഉണ്ടോ? മറുപടി പറയടാ. താൻ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ? താനെന്താ ഈ രാത്രി ഇവിടെ? ആഹാ, അതെനിക്കിഷ്ടായി. ഞാനിങ്ങനെ ഒരാളെ നോക്കി നടക്കുമായിരുന്നു. രാത്രി ബോറടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരുന്നു. പക്ഷെ എവിടെ പോയിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റിയ എൻ്റെ വൈബിലുള്ള ഒരാളെ ഞാൻ കണ്ടെത്തിയില്ല. അവസാനം ദേ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടിയല്ലോ. ആ, ഞാൻ തൻ്റെ വൈബാണെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അതാരെങ്കിലും പറയണോ? തൻ്റെ സംസാരം കേട്ട് തന്നെ അറിയാലോ താൻ എൻ്റെ വൈബിനെ പറ്റിയ ആളാണെന്ന്. അതിന് ഞാൻ തന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ. ഇനി ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ. താൻ കൊള്ളാലോടോ. എനിക്കറിയാം ഞാൻ കൊള്ളാന്ന്. താനിങ്ങനെ ചിരിക്കാതെ വേറെ വല്ലതും പറയാന്നേ. താൻ എതിരെ ഈടെ വന്നിരിക്കണേ? വല്ല കഞ്ചാവടി വല്ലതും ആണോ? എന്തോന്ന് കഞ്ചാവടിയാ? ആ, എന്താ ആണെങ്കിൽ എന്നും കൂടെ കൂട്ടരും ഞാനും വരാം. ഞാൻ ഇതുവരെ കഞ്ചാവൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. പിന്നെ ഞാൻ അതിലൊന്നല്ല ഇവിടെ വന്നിരിക്കുന്നേ. അതിനല്ലെങ്കിൽ പിന്നെ താൻ ഇതിന് ഇവിടെ വന്നിരിക്കുന്നേ? ഞാനൊന്ന് മരിക്കാൻ വേണ്ടി വന്നിരുന്നതാ. എന്തോന്ന് മരിക്കാനാ? ആ അതെ, മരിക്കാൻ. എന്തേ? എന്നങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഞാനെന്തിനാ തന്നെ പറ്റിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞേ, ഞാനൊന്ന് മരിക്കാൻ വേണ്ടി വന്നത്. ശരിക്കും? ആ അതേനെ. താൻ എന്തിനാ മരിക്കുന്നേ? തൻ്റെ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് ഏതോ ഒരു സിനിമയിലും മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗ്. അതേത് ഡയലോഗ്? കേട്ടിട്ടില്ലേ താൻ? ഇല്ലാതെ അതല്ലേ ചോദിച്ചേ. ആ അതാണ്. മമ്മൂക്ക പറഞ്ഞ മാതിരി ഒന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ സിറ്റുവേഷൻ വെച്ച് ഭയങ്കര ആപ്റ്റാ. അതുകൊണ്ട് ഞാൻ പറയാം. സിമ്പിൾ. എനിക്ക് ജീവിച്ച മതിയായി. ഒരുപാട് അനുഭവങ്ങളോടെയാണ് ഇന്നിതാ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനി കുറേ കാലം കൂടി ജീവിച്ചിട്ട് ഈ ഭൂമിക്കൊരു ഭാരമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നാടക ഗ്രൂപ്പിലെ ഡയലോഗ് ആയിട്ടാണോ തനിക്ക് തോന്നിയേ? ഒറിജിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കണോ? അല്ലാന്ന്? അല്ല, വെയിറ്റ്, ഇപ്പൊ നാടകമൊക്കെ ഉണ്ടോ? എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നാടകം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നാടകമൊക്കെ ഉണ്ടോ? താനിതെന്തീ പറയുന്നേ? ഞാൻ സത്യം പറഞ്ഞേ, ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നേ. ഇറ്റ്സ് ദ ട്രൂത്ത്. അല്ല, താനിതിനെ മരിക്കുന്നേ? നേരത്തെ പറഞ്ഞ ആ സിനിമ ഡയലോഗ് പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ. പറയണോ? ആ, ഒന്ന് ചുമ്മാ പറയാന്നേ, കേക്കാലോ. ഏതായാലും താൻ ചാവാൻ പോകുന്നതാണ്. അപ്പോ അതിനു മുന്നേ ഇങ്ങനെയൊക്കെ നല്ലതല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് ചാവുന്നേ. താനേതായാലും ചത്തോ, അതിനു മുന്നേ എനിക്ക് കഥ പറഞ്ഞതാ, തൻ്റെ കഥ. ആഹാ, അന്തസ്. ഒരാൾ ചാവാൻ പോകുമ്പോഴും കഥ കേൾക്കാനുള്ള മനസ്സ്, അത് ഞാൻ നമിച്ചിരിക്കുന്നു മോളെ. താങ്ക് യു. അല്ല, പറഞ്ഞു കാര്യത്തൊന്നും വഴുതി പോവാതെ കാര്യം പറ, കഥ പറ, കേക്കട്ടെ ഞാൻ. അത് വലിയ കഥയൊന്നുമല്ലടോ, ഒരു കുഞ്ഞു കഥയാണ്. എൻ്റെ ഒരു കുഞ്ഞ് ലൈഫ് സ്റ്റോറി. വേറൊന്നുമല്ല, ഐ എം എ ഓർഫൺ. ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡൻറ്റിൽ എന്നെ വിട്ട് പോകുന്നത്. അന്ന് തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിച്ചത്. പാർട്ട് ടൈം ജോബ്, അതിൻ്റെ കൂടെയുള്ള പഠിത്തം, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുവരെ അച്ഛനമ്മയും പോകുന്നവരെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവർ പോയതിന് ശേഷം വല്ലാതെ അങ്ങ് ഒതുങ്ങിക്കൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോബ് കിട്ടുന്നത്, ഒരു അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലോട്ട്. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി, ബെസ്റ്റ് ഫ്രണ്ട് എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. സിദ്ധാർത്ഥ്. ഹീസ് എ ജെൻറ്റിൽമാൻ. എല്ലാവരുടെ മുന്നിലും അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലും. ഒരുപാട് കാലത്തോളം ആരോടും സംസാരിക്കാതെ, ആരോടത്തും കൂടുതൽ അടുക്കാതെ ജീവിച്ച എൻ്റെ ലൈഫിലോട്ട് ഇടിച്ചു കയറി വന്ന ഒരാളായിരുന്നു അവൻ. അങ്ങനെ അവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. എന്നാൽ അവൻ്റെ ഉള്ളിലും ഒരു മനുഷ്യമൃഗം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഒരു ദിവസം ഈ എമൗണ്ട്സൊക്കെ ഡീൽ ചെയ്യുന്നതിൽ നമുക്കും പങ്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം കുറേ എമൗണ്ട് ലോസ് വന്നിരുന്നു. അതെല്ലാം അവൻ ചെയ്താന്ന് ഞാൻ കണ്ടെത്തി. പക്ഷേ എങ്ങനെയൊക്കെയോ അവൻ കറങ്ങി തിരിങ്ങി അത് എൻ്റെ തലയിൽ തന്നെ അയക്കി. അല്ല, എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ? സിദ്ധാർത്ഥ്. എന്തേ, അറിയോ? എനിക്കെങ്ങനെ അറിയാനാ? ഈ വില്ലന്മാരെ പേര് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതോട് ചോദിച്ചാ. അതെ അല്ലേ? അതെ അതെ. ആ പറയാനുള്ള മൂടങ്ങ് പോക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പോ എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ പറഞ്ഞൂടാ. അല്ല,
ഈ പൈസ എല്ലാം കൊടുക്കാനുള്ളതുകൊണ്ടാണോ ചാവൻ വന്നിരിക്കുന്നത്? ഏയ് അതൊന്നല്ല, പൈസ എല്ലാം ഞാൻ കൊടുത്തു. ഞങ്ങളുടെ വീടുണ്ടായിരുന്നല്ലോ, വീട് ഞാൻ വിറ്റു. എന്നിട്ട് പൈസ എല്ലാം കൊടുത്തു തീർത്തു. എന്നിട്ട് അവിടുന്ന് റിസൈനും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓ വാവ്, ചാവൻ പോകുമ്പോൾ എത്തിക്സ് വിട്ടൊരു കളിയില്ല അല്ലേ? ശേഷം ആരും നമ്മളെക്കുറിച്ച് കുറ്റം പറയരുത്, അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തേ? എന്തൊക്കെയായാലും സൂപ്പറായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ചാവുന്നോ അതോ ലേറ്റ് ആവോ? ഇപ്പൊ ചാവാണെന്ന് എനിക്ക് ലൈവായിട്ട് കാണാമായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. പൊടി പൊടി, ഞാൻ നിങ്ങളിപ്പോൾ ചാവുന്നേ ഇല്ല. നീ പോയിട്ട് വേണം എനിക്കൊന്ന് ചാവാൻ. അത് ശരി, ഞാനുള്ളപ്പോ ചാവാൻ പറ്റില്ലെങ്കിൽ താൻ ചാവണ്ടോ? ഞാനേ ഏതായാലും പോകുന്നില്ല, തന്റെ ചാവിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല പിന്നെ. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. താങ്ക് യു. അല്ലടോ, തനിക്ക് ലവ്, പ്രേം, കാതൽ ഇതൊന്നും ഇല്ലേ? ഇല്ല, അതല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ. എന്നെ സ്നേഹിക്കാനോ കാത്തിരിക്കാനോ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് തന്നെയാ ഈ മരണം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ. ആഹാ, എങ്ങനെ ഇരിക്കുന്നു? എടോ, താൻ ആദ്യം ഒരാളോട് ചിരിച്ചൊന്ന് സംസാരിക്കാൻ പഠിക്കും. അങ്ങനെയാകുമ്പോൾ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരായിട്ട് തന്നെ അട്രാക്റ്റ്, ഇങ്ങനെ ഐ മീൻ കോണ്ടാക്റ്റ് പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് അതുകൂടെ കിട്ടും. അങ്ങനെ ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് താൻ അവിടെ പോയി പെട്ടെ. ആ, അത് താൻ പറഞ്ഞ ശരിയാ. എനിക്ക് അങ്ങനെ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ ഇവൻ ആരോടും ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. ഇപ്പൊ തന്നോട് തന്നെ സംസാരിക്കണത് എന്താന്ന് എനിക്ക് പോലും അറിയില്ല. അത് ശരി, അപ്പൊ താൻ പറയാതെ പറയുന്നത് എന്നെ ഇത് സംസാരിക്കാൻ കൊള്ളില്ല എന്നാണോ? ആ, എന്റെ പൊന്നു മോളെ, നീ അങ്ങനൊന്നും പറയാതെ. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ കേട്ടോ. അത് ശരി, പറയണ്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണാണോ അല്ലാന്ന്. എടോ, താങ്ക്സ് ഉണ്ടോ. ഞാൻ ഇപ്പൊ തന്നോട് വഴക്കുണ്ടാക്കുന്ന മൂഡിലല്ല. കാരണം എനിക്കറിയില്ല, ഞാൻ ചാവാൻ വേണ്ടി വന്നതാണ്, അത് തനിക്കറിയാലോ. പക്ഷെ താനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് അടുപ്പുള്ള ഒരാൾ എന്നോട് വന്ന് സംസാരിക്കുന്ന ഫീല് തോന്നുന്നു. ഓവേ, താൻ മിണ്ടി പോരുത്. താൻ ഇത്ര നേരം എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ടാൻസ് പറഞ്ഞാൽ ഞാൻ ഒതുങ്ങുന്നു വിചാരിച്ചോ? എന്റെ കൊച്ചെ, ഞാൻ തോറ്റു തന്നിരിക്കുന്നു പോരെ. അല്ല, താൻ തന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എന്തിനാ ഇവിടേക്ക് ഈ രാത്രി വന്നേ? എന്റെ പൊട്ട, അതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വീട്ടിലിരുന്ന് മടുത്തപ്പോ ഇറങ്ങി പോന്നു. അതാണ് സത്യം. പിന്നെ എന്നെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അച്ഛൻ, അമ്മ, ഒരു ചേട്ടൻ, അതാണ് എൻ്റെ ഫാമിലി. പിന്നെ ഒരു ക്രഷ് ഉണ്ട്. ആഹാ, അടിപൊളി. ചാവാൻ ഏതായാലും പോവാണ്. അപ്പൊ അതിനു മുന്നേ ഒരു ലവ് സ്റ്റോറി ഒക്കെ കേട്ടിട്ട് ചാവാ അല്ലേ? നിർബന്ധമാണോ കേൾക്കണമെന്ന്? ആ അതെ, താൻ പറ, കേട്ടിട്ടോ തന്റെ ലവ് സ്റ്റോറി എന്താണെന്ന്. ആ ഓക്കെ, എന്നെ തുടക്കം മുതൽ തന്നെ പറഞ്ഞേക്കാം. ഇതാണ് എൻ്റെ അപ്പയും അമ്മയും. ലവ് എന്താണെന്നും എങ്ങനെ വേണം നമ്മൾ ജീവിക്കേണ്ടതെന്നും ഇവരാണ് എന്നെ പഠിപ്പിച്ചത്. ഇവരാണ് എൻ്റെ പുന്നാരി ബ്രദർ. ഞങ്ങൾ തമ്മിൽ 2 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. എന്ന് കരുതി ഞാനിവനെ ചേട്ടാന്നൊന്നും വിളിക്കാറില്ല കേട്ടോ. ഞാൻ പേരെ വിളിക്കാറുള്ളൂ. അതാണ് അവന് ഇഷ്ടം. എൻ്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടി നിൽക്കുന്നതാണ് ഇവന്റെ ഏക ജോലി. എന്നിട്ടോ ഉള്ള വഴക്ക് മുഴുവൻ കേൾക്കുന്നതോ അതിവൻ തന്നെയാണ്. അങ്ങനെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ +1 പഠിക്കുമ്പോൾ എങ്ങാണ്ടോ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് അവനെ ഞാൻ കാണുന്നത്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരുത്തൻ. ആരോടും മിണ്ടില്ല, ആരോടും ചിരിക്കില്ല, എന്തിന് ഒന്ന് നോക്ക് പോലും ചെയ്യില്ല, അങ്ങനെ ഒരുത്തൻ. പക്ഷേ കണ്ടപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് സൈഡിലാ പഠിച്ചതേ. പിന്നെ ഏതോ സിനിമയിലെ നിവിൻ ചേട്ടൻ പറയുന്നില്ലേ, കണ്ടപ്പോ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന്. അതേ അവസ്ഥയായിരുന്നു എനിക്ക്. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. 4-5 ബസ്സിന്റെ മുന്നേ കൂടെ കടന്നുപോയി, അതുപോലെ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തിനേറെ പറയുന്ന, അവനെന്റെ മുന്നേ കൂടെ കടന്നുപോയപ്പോ വായം തുറന്ന് അവനെ നോക്കി നിൽക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിയുന്നത്. എന്നിട്ട് ആ ചെറുക്കൻ കണ്ടില്ലേ ഇതൊന്നും? എവിടെന്ന്? ഞാൻ പറഞ്ഞില്ലേ, അവൻ ആളുടെ മുഖത്ത് പോലും നോക്കത്തില്ലാന്നേ. എന്ത് ചെയ്യാനും, അതങ്ങനെ ഒരുത്ത്. ആ എന്നിട്ട് എന്നിട്ട് എന്താവാനാ, എന്റെ ഡെയിലി റൊട്ടീൻ എല്ലാം മാറിയപ്പോ എന്റെ അപ്പ എന്നെ കൈയോടെ അങ്ങ് പൊക്കി. ആഹാ, എന്നിട്ട് സീൻ കോൺട്രി ആയോ? എവിടെന്ന്? അപ്പ അമ്മ എന്നെ വിളിച്ചിരുത്തിട്ട് കുറേ ഉപദേശങ്ങൾ അങ്ങ് തന്നു. അതായത് ഞങ്ങൾ നിന്നോട് പ്രേമിക്കണ്ടെന്നൊന്നും പറയത്തില്ല, പ്രേമിച്ചോ അത് പക്ഷെ ഇപ്പൊ അവരത് +2 എല്ലാം കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയി ഒരു ജോലിയൊക്കെ കിട്ടി, എന്നിട്ടൊക്കെ നീ പ്രേമിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശം അങ്ങ് തന്നു. എന്നിട്ട് ആ ഉപദേശത്തിന് ഫലം ഉണ്ടായോ? പിന്നല്ലാണ്ട് അവരിങ്ങോട്ടൊരു കണ്ടീഷൻ വെച്ചപ്പോൾ ഞാൻ തിരിച്ചൊരു കണ്ടീഷൻ വെച്ചു. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടം അവനോട് തുറന്ന് പറയത്തില്ല. അതായത് എനിക്കൊരു ജോലി കിട്ടുന്നവരെ ഞാൻ തുറന്ന് പറയത്തില്ല. പക്ഷേ ജോലി കിട്ടി ഞാൻ പറഞ്ഞ് അവന് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സമ്മതിക്കണം. അല്ല, അവനെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് അവനെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്ന് ഞാനൊരു വാക്ക് അവരുടെ അടുത്ത് നിന്ന് മേടിച്ചു. ആഹാ, പാവം ചെറുക്കൻ. അല്ല, എന്താണ് അവന്റെ പേര്? അയ്യേ, ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നത്?
താൻ ബാക്കി കേക്ക്. ആ ഓക്കെ ഓക്കെ, താൻ പറ. 9:30 ആകുമ്പോൾ സ്കൂൾ ബെല്ലടിക്കല്ലോ. അപ്പോൾ 9:30ക്കുള്ള സ്കൂളിന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9:20-നാണ്. അങ്ങനെ ആയിരുന്നു ഞാൻ ഇവനെ കണ്ടതിന് ശേഷം, എന്ന് വെച്ചാൽ ഇവൻ്റെ പിന്നിൽ നടക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നും 8 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോയി ബസ് സ്റ്റോപ്പിൽ പോയി വായ നോക്കി നിൽക്കും. എന്നിട്ടോ അവൻ്റെ ഒരു നോട്ടം പോലെ എന്നെ നോക്കത്തില്ലാതെ, ഒരു നോട്ടം പോലും ഇല്ലാതെ അവൻ നേരെ വാ നേരെ പോ, നേരെ വാ നേരെ പോ. എത്ര തവണ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്നറിയോ. പിന്നെ എൻ്റെ അപ്പയ്ക്ക് അമ്മയും കൊടുത്ത വാക്കിൻ്റെ പുറത്ത് ഞാൻ ഒന്നും മിണ്ടാതിരിക്കും. അപ്പൊ ഇത്രയും കാലം താൻ പിന്നാലെ നിന്ന് അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ലേ? എവിടെന്ന് ഞാനെന്ന വ്യക്തി ജീവനോടുണ്ടെന്ന് പോലും അവൻ അറിയത്തില്ല. പിന്നെ തനിക്കറിയോടോ, ഞാൻ പഠിക്കാൻ എനിക്ക് എന്നെക്കാളും പാടില്ല വേറെ ഒരാളെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ രാവും പകലില്ലാതെ പഠിച്ച് എങ്ങനെയൊക്കെയോ നല്ല മാർക്ക് വാങ്ങി അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ മേടിച്ച് അവിടെ പോയി. ഒരു വർഷം അവൻ്റെ പിന്നാലെ നടക്കാലോ എന്ന് കരുതി തന്നെ പോയെ. എന്നാലെങ്കിൽ അവൻ എന്നൊന്ന് ശ്രദ്ധിക്കലോ എന്ന് കരുതിയിട്ട് അവൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ് ഞാൻ നടന്നു. എന്നിട്ട് പോലും അവൻ എന്നൊന്നും ശ്രദ്ധിച്ചില്ല. ഏത് ടൈമും ബുക്കിന് നോക്കിയിരുന്നോളും. ഓ, അപ്പൊ താൻ ഫസ്റ്റ് ഇയർ ആയപ്പോ അവൻ തേർഡ് ഇയർ അല്ലേ? ആ അതെ, ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം അവൻ്റെ പിന്നാലെ നടക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ പോയേ. പക്ഷെ അവനൊരു പടുവായതുകൊണ്ട് എനിക്ക് 3 വർഷം അവൻ്റെ പിന്നാലെ നടക്കാൻ പറ്റി. കാരണം അവൻ PG അവിടെ തന്നെയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. 3 വർഷം ഞാൻ അവൻ്റെ പിന്നാലെ നടന്നു. ഒരു കാര്യം ഉണ്ടായില്ല, അത് വേറെ കാര്യം. ഷേടാ, എന്നാലും തന്നെ പോലെ ഒരാള് പിന്നാലെ നടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായില്ലേ? അവൻ എന്തൊരു വലിയ പൊട്ടനാണല്ലേ? ആ അതെ, ലോക പൊട്ടൻ. ഒരാൾ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവനെക്കുറിച്ചാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം പൊട്ടനാണ് അവൻ. ആ, എന്തായാലും കൊള്ളാം, പാവം ചെറുക്കൻ. അതെ. ആ, എന്നിട്ട് താൻ ഇപ്പോഴും അവന്റെ പിന്നാലെ തന്നെ നടക്കുവാണോ? എന്ന് വെച്ചാൽ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പ, അമ്മ, ചേട്ടൻ, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് അവൻ എല്ലാം കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് എന്താ ഉണ്ടായേ? അയ്യടാ, എന്തൊരു ആത്മാർത്ഥത നോക്കണേ. താൻ തമാശ വിളിയുടെ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് വേറൊന്നുമില്ല, കേട്ടിട്ടില്ലേ തെങ്ങും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്? അത് നേരെ ഓപ്പോസിറ്റായി സംഭവിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞില്ല, പക്ഷെ വേറൊരുത്തി വന്ന് അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞു. അങ്ങനെ അവർ സെറ്റായി. ഇപ്പം അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എടോ, തനിക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഹാപ്പിയായി നടക്കാൻ? ഒന്നില്ലെങ്കിൽ ഇത്ര വർഷം മനസ്സ് കൊണ്ടിട്ട് ഒരുത്തൻ മറ്റൊരുത്തിക്ക് സ്വന്തമാകുമ്പം ഏതൊരാൾക്കും അതിൻ്റെതായ വിഷമം ഉണ്ടാവില്ലേ? ആര് പറഞ്ഞു എനിക്ക് സങ്കടമില്ലാന്ന്? എനിക്ക് സങ്കടമുണ്ട്, നന്നായിട്ട് സങ്കടമുണ്ട്. പക്ഷേ എന്ന് കരുതി ഞാനത് അയ്യോ പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് മോങ്ങി ഒരു മൂലയ്ക്ക് കിടക്കണോ? അതോ താൻ ചെയ്യുന്ന മാതിരി, ഐ മീൻ ബീരുക്കള മാതിരി ആത്മഹത്യ ചെയ്യാൻ പോണോ? എനിക്ക് അപ്പയും അമ്മയും ബ്രദറും എല്ലാം ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണം? സന്തോഷമായിട്ട് നടക്കും. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ കാര്യം? ഒന്നുമില്ല, ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം, അതുകൊണ്ട് നോക്കിയതാ. ആ, എന്നാ ആവശ്യത്തിന് നോക്കിക്കോ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? ഇനി നമ്മൾ എന്ന് കാണാനാ, എവിടെ വെച്ച് കാണാനാ, ആർക്കറിയാനാ? അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് നോക്കിക്കോ. ഓ അതെ അല്ലേ? അതെ. ആ അത് പിന്നെ ഞാൻ എന്താടോ, എന്തു പറ്റിയേ? അത് പിന്നെ ചുമ്മാ ഓരോന്ന്. ചുമ്മാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, താൻ ചാവുന്നില്ലടോ. ടൈമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. താനൊന്ന് വേഗം ചാവ്, എന്നിട്ട് വേണം എനിക്കൊന്ന് പോവാൻ. അയ്യടാ, എന്നാ അവളുടെ ഒരു പ്രോത്സാഹനം? ഒന്ന് പൊടി അവിടുന്ന്, ഞാനൊന്നും ചാവുന്നൊന്നുമില്ല. അയ്യേ ബീരു, എടുത്താ ചാവ വന്നിട്ട് ചത്തിട്ടേ താൻ ഇന്ന് ഇവിടുന്ന് പോവുള്ളൂ, നോക്കിക്കോ. ഞാൻ ചാവാൻ തന്നെയാണ് വന്നത്, പക്ഷെ എനിക്കിപ്പോ ഒരു മൂടില്ല.
ഇനിയിപ്പോൾ ഏതായാലും മൂപ്പരാൾ എന്നെ വിളിക്കുന്നവരെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ താൻ ഈ അടുത്തൊന്നും ചാവത്തില്ലല്ലോ, കേട്ടിട്ടില്ലേ? ദുഷ്ടന്മാരെ പാന പോലെ വളർത്തുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും കൊല്ലത്തില്ല. എടി പെണ്ണെ, പോടി അവിടുന്ന്. ഞാൻ എന്ത് ദുഷ്ടനാടി? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാറില്ല, എന്നിട്ട് എന്നെ ദുഷ്ടാന്ന് വിളിക്കുന്ന. എടാ താൻ എന്തൊരു പാവാടോ. ഏയ്, ഞാൻ അത്ര പാവൊന്നല്ല. അതെ അതെ, താൻ പാവേ അല്ല. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ആ, താൻ പറ. താൻ ഇനി ഇങ്ങനത്തെ പൊട്ട ബുദ്ധികളൊന്നും കാണിക്കരുത്. താൻ താൻ ജീവിച്ച് കാണിക്കണം. തന്നെ തോൽപ്പിച്ചവരുടെ അടുത്തും പിന്നെ തന്നെ ഈ സമൂഹത്തിൽ അടിച്ചമർത്തിയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും താൻ ഉയർന്ന ഒരു പൊസിഷനിലായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അവിടെയാണ് തൻ്റെ വിജയം. അല്ലാതെ ഇങ്ങനെ കിടന്ന് മരിക്കുന്നതിനല്ല. ഇതൊക്കെ ഭീരുക്കൾ ചെയ്യുന്നതാണ്. താൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ ഞാൻ പറയണത് പോലും തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയാം. എല്ലാ മനുഷ്യനും ഒരുപോലെയല്ല, ഐ നോ. ബട്ട് ഞാൻ തന്നോടൊരു കാര്യം പറയാം. എടോ, നമ്മുടെ ലൈഫാണ്, ഒറ്റ ലൈഫേ ഉള്ളൂ. അതൊക്കെ തനിക്കറിയാലോ. അത് ഒരുപാട് സന്തോഷം, ഒരുപാട് സങ്കടം എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. എന്ന് കരുതി സന്തോഷം വരുമ്പം എടുത്ത് ചാവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാവാനേ ടൈമുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പം നാളെ ഞാൻ ഇത്രയ്ക്കും നിന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നാളെ എൻ്റെ ഭാഗത്തുനിന്ന് വരെ നിനക്ക് സങ്കടം വന്നാൽ അതുപോലെ നീ പിടിച്ചു നിൽക്കണം. വല്ല മനസ്സിലാവുണ്ടാവോ ആർക്കറിയാം. എന്തായാലും എൻ്റെ പൊന്നു മോനെ ഇപ്പോൾ പോവാൻ നോക്ക്. പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. ഓക്കെ, പോവാൻ നോക്ക് കേട്ടോ. എല്ലാം ശരിയാവുമല്ലേ? എന്നാ ഞാൻ പോവാം. താൻ പോകുന്നില്ലേ? പിന്നെ പോവാതെ ഞാനിവിടെ എന്ത് കേട്ടാനോ? ഞാൻ പോകുന്നതാണ്. അതിന് മുന്നേ താൻ ഇവിടെ നിന്ന് പോ. അല്ലെങ്കിൽ താൻ പിന്നെയും മനസ്സ് മാറി ഇവിടെ കയറി വന്നാലോ? ഇനി വയ്യ എനിക്ക് വായിൽ വെള്ളം വറ്റിക്കാൻ. അത്രയ്ക്ക് വെള്ളം വറ്റി. ഇനിയെങ്കിലും താനൊന്നും പോവോ? പോയി കിടന്നുറങ്ങ്. എന്നാ ഞാൻ പോവാണേ. പിന്നെ എവിടെയെല്ലാം വെച്ച് കാണാം. ബൈ. ഓക്കെ, ബൈ ബൈ. എടോ, ഒരു മിനിറ്റ്. അത് പിന്നെ എനിക്കൊരു ഹഗ് തരുമോ? അപ്പോൾ ഓക്കെ, ബൈ. വിശ്വ, എന്നെ അറിയാവോ? പിന്നെ തന്നെ അറിയാതെ ഒരുവിധം പ്രായം വെച്ച് അന്ന് തൊട്ട് തന്നെ അറിഞ്ഞു തുടങ്ങിയതാ. പിന്നെ ഇത് ആദി, എൻ്റെ വൈഫാണ്. ഞാൻ അഭിറാം. ആണോ? എനിക്കറിയില്ലായിരുന്നു. എന്തായാലും താൻ വാ, ഇരിക്കൂ. അല്ല, എന്നെങ്ങനെ അറിയാമെന്ന് പറഞ്ഞേ? ഇതൾ വഴിയാ തന്നെ എനിക്കറിയാവുന്നത്. എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. അതാരാ? സോറി, എനിക്കറിയില്ല അങ്ങനെ ഒരാളെ. താൻ സോറി എന്ന് പറയണ്ടോ. അവളിന്ന് വരെ നിൻ്റെ മുന്നിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തനിക്കറിയാനൊരു ചാൻസും ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അത് താൻ കുറച്ചേരും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഒരു 3 പേരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞാൽ പോരെ? ഇനിയും 3 പേരോ? ഓക്കെ, അവർ വന്നോട്ടെ. ഞങ്ങൾ എത്തി കേട്ടോ. അത് മഴ കാരണം നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അതാ ലേറ്റായി.
ഹായ് വിശ്വ, ഐ ആം ഇന്ദ്ര. ഇതെൻ്റെ പേരൻസാണ്, അപ്പ അമ്മ. ഹായ്, ഐ ആം വിശ്വ. ആ, നിങ്ങളെല്ലാം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ മോൻ ഞങ്ങളെ കാണാൻ ഒരു വഴിയില്ല. അല്ല ആൻറ്റി, ഞാൻ സത്യം പറഞ്ഞേ, ഞാൻ എവിടെയോ നിങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്നങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. ഏയ്, മോൻ കിടന്ന് ടെൻഷൻ അടിക്കാതെ. ഞങ്ങൾ മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നേ. ആ അങ്കിൾ പറഞ്ഞോളൂ, എന്തായിരുന്നു? അത് മോനെ, അപ്പാ ഞാൻ പറഞ്ഞോളാം. വിശ്വ, അത് പിന്നെ എനിക്കൊരു പെങ്ങളുണ്ട്, ഇത് അവളെക്കുറിച്ച് പറയാനായിരുന്നു ഇപ്പോൾ വന്നേ. ഇവരെ എന്നോട് ഒരു ഇതളിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ എനിക്കറിയില്ല ചേട്ടാ ആ ഇതളെന്ന് പറഞ്ഞ കൊച്ചിന്. എടോ, ഞാൻ പറഞ്ഞല്ലോ തനിക്ക് അവളെ അറിയില്ല എന്നുള്ള കാര്യം. ആ, ഇന്നുവരെ അവൾ തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ താൻ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ ആദ്യമായിട്ടാണ് എന്നെ കാണാൻ ഇത്രയും പേര് അത് എന്നെ അന്വേഷിച്ച് വരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനാണ്, അല്ല അതൊന്നുമില്ല. അയ്യോ, മോൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മോൻ്റെ അമ്മയെ പോലെ കണ്ടാൽ മതി എന്നെ. എടോ, ഞങ്ങൾ പറയാൻ പോകുന്നത് കേട്ടിട്ട് അത് തനിക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും, തനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ കാര്യം തന്നോട് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വന്ന് പറയുന്നത്. അത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, താനെല്ലാം അറിയണം എന്നുള്ളത്. എടോ, ചുറ്റി വളഞ്ഞ് പറഞ്ഞ് തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നോ അതോ തന്നെ ബോറടിപ്പിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല. കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം. എടോ, എൻ്റെ അനിയത്തി ഇത് അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും തന്നെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ടുള്ള ഇഷ്ടമാണ്. അയ്യോ ചേട്ടാ, കല്യാണ പ്രപ്പോസലാണേ വേണ്ട കേട്ടോ. അത് വേറൊന്നും കണ്ടില്ല. എനിക്കൊരു പെങ്കൊച്ചിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ, കല്യാണം കഴിക്കുകയുള്ളൂ. എനിക്ക് അവളെ എൻ്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടമാണ്. അവളെ ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, എന്നാലും എൻ്റെ മനസ്സിൽ അങ്ങ് കയറി അവൾ. എന്ത് പറയാനാ, അവളുടെ പേരോ നാടോ ഒന്നും തന്നെ എനിക്കറിയില്ല, പക്ഷേ അവൾക്ക് എൻ്റെ ജീവൻ്റെ വിലയാണുള്ളത്. ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, അവൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. അയ്യോ മോനെ, കല്യാണ പ്രപ്പോസൽ എന്ന രീതിയിലൊന്നുമല്ല വന്നേ. അവളുടെ ഇഷ്ടം മോനോട് തുറന്നു പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം വന്നതാ ഞങ്ങൾ. അത് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളും അവളും എല്ലാം ഹാപ്പിയാണ്. അത് മതി. എന്നാൽ ഞങ്ങൾ പോട്ടെ. സോറി അങ്കിൾ നിങ്ങൾക്ക് വിഷമമായെങ്കിൽ സോറി കേട്ടോ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് വേറെ ഒന്നും ഞാൻ ചോദിക്കാത്തേ. മോനൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. മോനെ ആ കൊച്ചിനായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അതാണ് എല്ലാവർക്കും കാണാൻ ആഗ്രഹം, ഞങ്ങൾക്കും എൻ്റെ മോൾക്കും. എന്നാ ആൾ പോട്ടെ. ആൻറ്റിയുടെ മോളപ്പോൾ ഇത്രയും വർഷം ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുമായിരുന്നല്ലേ? അതെ മോൻ്റെ പിന്നാലെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവളും ഉണ്ടായിരുന്നു. മോനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. ആൻറ്റി, എനിക്ക് ആൻറ്റിയുടെ മോളെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ഇതളുണ്ട്. അതിനെന്താ മോനെ, ഇതാണ് എൻ്റെ കൊച്ച്. ആൻറ്റി ഇതാണോ ആൻറ്റിയുടെ മോൾ ഇതൾ? എന്ത് പറ്റിയ വിഷയം? നിനക്കറിയോ എൻ്റെ മോളെ? പിന്നെ അറിയോന്ന് ചേട്ടാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ പെണ്ണിനെ കുറിച്ച്? അതെ, നിങ്ങളുടെ ഇതളാ. അയ്യോ, എനിക്ക് എന്തൊരു സന്തോഷമെന്നറിയോ. മോനെ ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അത് ഇതിൽ തന്നെയാണോ? അയ്യോ എൻ്റെ പൊന്നങ്ങളെ, അങ്ങളുടെ മോളെ തന്നെ ഞാൻ പറഞ്ഞേ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ നിങ്ങളൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്? വേറെ എവിടെയല്ല, ഇവിടെ എനിക്ക് കാണിച്ചു തന്നെ നിങ്ങളെല്ലാം. അതാ ഞാൻ പറഞ്ഞേ നിങ്ങളൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അയ്യോ, എനിക്ക് സന്തോഷമായി. ഞാൻ എത്ര കാലമായെന്നറിയോ അവളെ തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു തവണ പോലും അവളെ എനിക്ക് കണ്ടുകിട്ടില്ല. അവൾ പോകുന്ന സ്ഥലം മുഴുവൻ ഞാൻ തിരഞ്ഞു, പക്ഷെ അവളെ എനിക്ക് കണ്ടു കിട്ടിയ പോലും ഇല്ല. അങ്കിൾ, ഇപ്പം അവൾ എവിടെയാ? എനിക്ക് അവളെ ഒന്ന് കാണണം. വേഗം പറ അങ്കിൾ, ഞാൻ ഇപ്പോൾ പോകട്ടെ, അവളൊന്ന് കാണട്ടെ ഞാൻ. അത് മോനെ, അവള് വിശ്വ, ഷീസ് നോ മോ. അവളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. നിങ്ങളെല്ലാവരും കൂടെ എന്നെ പ്രാങ്ക് ചെയ്യാണല്ലേ? ഇത്രയും കാലം അവളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അതിന് തരുന്ന പണിയായിരിക്കും അല്ലേ? മോനെ അബി പറഞ്ഞ സത്യം. അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവൾ പോയി, നമ്മളെല്ലാവരും വിട്ട് അവൾ പോയി. അവൾക്ക് എന്താ പറ്റി? അത് ഒരു ആക്സിഡന്റ്. പാറയുടെ മേലെന്ന് താഴത്തോട്ട് വീണതാ. അവള് സൂയിസൈഡ് ഒന്നും ചെയ്യത്തില്ല. അപ്പോ
കാല് വഴുതി പോയതായിരിക്കും എൻ്റെ കൊച്ചിന്. അവളിങ്ങനെ രാത്രിയൊക്കെ ഇറങ്ങി പോകാറുണ്ടായിരുന്നു. അതായത് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇറങ്ങി പോകാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ ആരും ശ്രദ്ധിക്കാതിരുന്നേ. പക്ഷേ എന്നാ എന്നായിരുന്നു അവൾ പോയേ? രണ്ട് രണ്ട് മാസമായി. കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാർച്ച് 13-ന്. മാർച്ച് 13? അന്ന് അന്ന് ഞാൻ ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ്. ഞാൻ അവളെ അവിടെ എത്തിച്ച് വരാൻ പാടില്ലായിരുന്നു. വിഷു, താനിങ്ങനെ ഡൗൺ ആവാതെ ഒന്ന് ഓക്കെ ആവടാ. എന്നെ കൂടെ പറ്റുന്നില്ല. അവൾ എൻ്റെ പെണ്ണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ഞാനിവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ അവളില്ല